നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കാർഷിക മധ്യവർഗ മേഖലകൾക്ക് കരുത്തു പകരുന്ന കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനങ്ങളുമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതി സംസ്ഥാനങ്ങളുമായി ചേർന്ന് നടപ്പാക്കും. കിസാൻ ക്രെഡിറ്റ് പരിധി 5 ലക്ഷമാക്കി ഉയർത്തി. കാർഷിക മേഖലയ്ക്ക് 1,52,000 കോടി രൂപ അനുവദിച്ചു. No income tax payable up to income of 12 lakh rupees. ഇടത്തരക്കാർക്ക് ആദായ നികുതിയിൽ വൻ ഇളവ്. 12 ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതിയില്ല. മുതിർന്ന പൗരന്മാരുടെ TDS പരിധി 1 ലക്ഷമാക്കി ഉയർത്തി. നികുതി പരിഷ്കരണത്തിനുള്ള ബില്ല് അടുത്തയാഴ്ച പാർലമെന്റിൽ. ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപം 100%. ബീഹാറിന് ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ. കേന്ദ്ര ബജറ്റിന് കൈയടിച്ച് പ്രവാസികളും. ആദായ നികുതി പരിധി ഉയർത്തിയതും വിദേശത്തേക്ക് നാട്ടിൽ നിന്നും അയക്കുന്ന പണത്തിന് നികുതി ഈടാക്കുന്നതിനുള്ള പരിധി വർദ്ധിപ്പിച്ചതും സ്വാഗതം ചെയ്ത പ്രവാസികൾ. കേരളത്തിന് കൂടുതൽ പരിഗണന വേണ്ടിയിരുന്നുവെന്നും പരാമർശം. കുവൈറ്റിൽ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ 30 കുവൈറ്റി ദിനാർ പിഴ. നിയമലംഘനം കോടതിയിലേക്ക് റഫർ ചെയ്താൽ 1 മാസം വരെ തടവോ 50 മുതൽ 100 ദിനാർ വരെ പിഴയോ ശിക്ഷ. സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് നിർണായക സുരക്ഷാ നടപടിയെന്ന് അധികൃതർ. ദേശീയ ഗെയിംസിൽ കേരളത്തിന് 2 സ്വർണം കൂടി. നീന്തലിൽ സജൻ പ്രകാശിനും ഹർഷിത ജയറാമിനും സ്വർണം. കേന്ദ്ര ബജറ്റ് അവതരണത്തിൽ ചരിത്രം കുറിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും അധികം ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച റെക്കോർഡ് നിർമ്മല സ്വന്തമാക്കി. കാർഷിക മധ്യവർഗ മേഖലകൾക്ക് കരുത്തു പകരുന്ന പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി നടത്തിയത്. 6 മേഖലകളിൽ വലിയ പരിഷ്കാരങ്ങൾക്കാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത്. സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, ചെലവ് കുറഞ്ഞതും സമഗ്രവുമായ ആരോഗ്യ സംരക്ഷണം എന്നിവ വികസിത ഭാരതത്തിന് ആവശ്യമാണെന്ന് ധനമന്ത്രി പറഞ്ഞു. നികുതി, ഊർജ്ജം, നഗരവികസനം, ഖനനം, സാമ്പത്തിക രംഗം, റെഗുലേറ്ററി പരിഷ്കാരങ്ങൾ എന്നിവയിലെ പരിഷ്കരണങ്ങളാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കൃഷിക്കാണ് മുൻഗണന. ആദായ നികുതിയിലെ മാറ്റമാണ് ഈ ബജറ്റിൽ ഏറ്റവും ശ്രദ്ധേയം. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും 500 കോടി രൂപ വകയിരുത്തി. Now a center of excellence in artificial intelligence for education will be set up with a total outlay of 500 crores. 100 കോടി ചെലവിൽ AI-ക്കായി 5 മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. AI മേഖലയിൽ ആഗോള പങ്കാളിത്തം ഉറപ്പാക്കും. 36 ജീവൻ രക്ഷാ മരുന്നുകളെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കി. 6 മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഇളവും വരുത്തി. മലയോര വടക്കുകിഴക്കൻ മേഖലകളിൽ 10 വർഷത്തിനിടെ 100 ചെറുവിമാനത്താവളങ്ങൾ നിർമ്മിക്കും. എല്ലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും ഇന്റർനെറ്റ് ലഭ്യമാക്കും. 1 ലക്ഷം വീടുകൾ പൂർത്തിയാക്കാൻ 15,000 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കും. അടുത്ത 5 വർഷം ടെക്നോളജി റിസർച്ചിന് 10,000 ഫെലോഷിപ്പ് നൽകും. നഗരമേഖലയിലെ ദരിദ്രർക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ പ്രത്യേക പദ്ധതി കൊണ്ടുവരും. കൂടുതൽ വായ്പാ പരിധി ബാങ്കുകളുടെ സഹകരണത്തോടെ ലഭ്യമാക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. സ്പീക്കർ സഭയിലെത്തിയതിനു പിന്നാലെ കുംഭമേളയിലെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ചു. ബജറ്റ് അവതരണം തുടങ്ങിയതിനു പിന്നാലെ പ്രതിപക്ഷം പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. അല്പസമയത്തിനുള്ളിൽ തിരികെ എത്തിയ പ്രതിപക്ഷം ഇറങ്ങിപ്പോക്ക് പ്രതീകാത്മക പ്രതിഷേധമായിരുന്നുവെന്നും ബജറ്റ് അവതരണത്തോട് സഹകരിക്കുമെന്നും അറിയിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. ആദായ നികുതി പരിധി ഉയർത്തി. 12 ലക്ഷം വരെ നികുതി ഇല്ലെന്നാണ് ബജറ്റ് പ്രഖ്യാപനം. ആദായ നികുതി സ്ലാബ് നിലവിൽ വന്നതിന് ശേഷവുമുള്ള ഏറ്റവും വലിയ ഇളവാണിത്. ആദായ നികുതി അടയ്ക്കുന്നതിലെ കാലതാമസത്തിൽ ശിക്ഷാ നടപടികൾ ഉണ്ടാകില്ലെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു. I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees. ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനം നികുതിദായകർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. പുതിയ നികുതി സ്ലാബും ധനമന്ത്രി പ്രഖ്യാപിച്ചു. വരുമാനം, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അടക്കമുള്ള 12.75 ലക്ഷം പരിധി കടന്നാൽ സ്ലാബ് അനുസരിച്ച് നികുതി നൽകണം. വീട്ടുവാടകയിലെ നികുതി ഇളവ് പരിധി 6 ലക്ഷമാക്കി ഉയർത്തി.
ഇത് ഇടത്തരം നികുതിദായകർക്ക് ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. 12 ലക്ഷം ശമ്പളമുള്ളവർക്ക് 80,000 രൂപ ലാഭിക്കാം. 25 ലക്ഷം ശമ്പളമുള്ളവർക്ക് 1.1 ലക്ഷം രൂപയുടെ നേട്ടമാണ് പ്രഖ്യാപനത്തിലൂടെ ഉണ്ടാവുക. This limit will be 12.75 lakh for salaried taxpayers due to the standard deduction of 75,000. Slabs and rates are being changed across the board to benefit all taxpayers. The new structure will substantially reduce the taxes of the middle class and leave more money in their hands, boosting household consumption, savings and investment. നവീകരിച്ച ഇൻകം ടാക്സ് റിട്ടേണുകൾ നൽകാനുള്ള കാലാവധി 4 വർഷമാക്കി. മുതിർന്ന പൗരന്മാരുടെ TDS പരിധി ഉയർത്തി. 50,000 നിന്ന് 1 ലക്ഷമാക്കിയാണ് ഉയർത്തിയത്. സ്ഥിര നിക്ഷേപം അടക്കമുള്ള മുതിർന്ന പൗരന്മാർക്ക് ഇത് നേട്ടമാകും. RBI ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം വഴി വിദേശത്തേക്ക് പണം അയക്കുന്നതിന് ഈടാക്കുന്ന TCS 7 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. അടുത്തയാഴ്ച പുതിയ ആദായ നികുതി ബില്ല് കൊണ്ടുവരും. ആദായ നികുതി നിയമം നികുതിദായകർക്ക് ഗുണകരമാകുമെന്നാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. കേന്ദ്ര ബജറ്റിനെ പൊതുവിൽ സ്വാഗതം ചെയ്ത് പ്രവാസികളും ആദായ നികുതി പരിധി ഉയർത്തിയതുൾപ്പെടെയുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് പ്രവാസികളും കൈയടിക്കുന്നു. വിദേശത്തേക്ക് നാട്ടിൽ നിന്നും അയക്കുന്ന പണത്തിന് നികുതി ഈടാക്കുന്നതിനുള്ള പരിധി വർദ്ധിപ്പിച്ചതുൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളെയും പ്രവാസ ലോകം സ്വാഗതം ചെയ്യുന്നു. എന്നാൽ കേരളത്തെ പരിഗണിക്കാത്ത ബജറ്റാണ് ഇത്തവണത്തേതെന്ന വിമർശനവും ഗൾഫിലെ മലയാളികൾക്കുണ്ട്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ബജറ്റിനെ പൊതുവിൽ സ്വാഗതം ചെയ്യുകയാണ് ഗൾഫ് പ്രവാസികൾ. ഇടത്തരക്കാരായ ജനങ്ങളുടെ കൈവശം കൂടുതൽ പണം എത്തുന്നതിനെ സഹായിക്കുന്നതും സാധാരണക്കാർക്ക് സാമ്പത്തിക നേട്ടം നൽകുന്നതുമാണ് കേന്ദ്ര ബജറ്റെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി പറഞ്ഞു. ആദായ നികുതി ഇളവ് പ്രഖ്യാപിച്ചതിലൂടെ ഉപഭോക്തൃ വിപണി സജീവമാകുന്നതിന് വഴിയൊരുക്കും. 2030 ആകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിന് വേഗത പകരുന്നതാണ് ബജറ്റ് പ്രഖ്യാപനങ്ങളെന്നും MA യൂസഫ് അലി വ്യക്തമാക്കി. പ്രതീക്ഷ നൽകുന്ന ബജറ്റാണ് ഇത്തവണത്തേതെന്ന് പ്രവാസി വ്യവസായിയും ജിമാർക്ക് ഗ്രൂപ്പ് ചെയർമാനുമായ മണികണ്ഠൻ മേലോത്ത് പറഞ്ഞു. 2047 ആകുമ്പോഴേക്കും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കി ഇന്ത്യയെ മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ വിദേശ ഇന്ത്യക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും മണികണ്ഠൻ മേലോത്ത് പറഞ്ഞു. റിസർവ് ബാങ്കിന്റെ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം പ്രകാരം നാട്ടിൽ നിന്നും വിദേശത്തേക്ക് അയക്കുന്ന പണത്തിന് നികുതി ഈടാക്കുന്നതിന്റെ പരിധി ഉയർത്തിയത് സ്വാഗതാർഹമാണെന്ന് ദുബായിലെ മാധ്യമപ്രവർത്തകനും സാമ്പത്തിക വിദഗ്ധനുമായ ഭാസ്കർ രാജ ചൂണ്ടിക്കാട്ടി. നിലവിൽ 7 ലക്ഷം രൂപ വരെയായിരുന്നു ഇത്തരത്തിൽ നികുതി രഹിതമായി അയക്കാൻ സാധിക്കുക. എന്നാൽ ബജറ്റിൽ അത് 10 ലക്ഷമാക്കി ഉയർത്തി. വിദ്യാഭ്യാസ വായ്പയെടുത്ത് വിദേശ പഠനത്തിന് പണമയക്കുമ്പോൾ ഉണ്ടായിരുന്ന 0.5% TCS ഒഴിവാക്കിയതും പ്രവാസികൾക്ക് ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ കേരളത്തിന്റെ ആവശ്യങ്ങളെ പൂർണ്ണമായും അവഗണിച്ച ബജറ്റാണ് ഇത്തവണത്തേതെന്ന വിമർശനമാണ് കോൺഗ്രസ്, CPM അനുകൂല പ്രവാസി സംഘടനകൾ ഉന്നയിക്കുന്നത്. പ്രവാസികളോട് നിഷേധ സ്വഭാവമാണ് ബജറ്റിലുള്ളതെന്നും അവർ പരാതിപ്പെടുന്നു. ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, ദുബായ്. കാർഷിക മേഖലയുടെ സമൂല വികസനവും വളർച്ചയും മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി നടത്തിയത്. കിസാൻ ക്രെഡിറ്റിന്റെ പരിധി 5 ലക്ഷമാക്കി ഉയർത്തി. കാർഷിക മേഖലയ്ക്ക് PM ധൻധാന്യ യോജന 100 ജില്ലകളെ കേന്ദ്രീകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. വിളവൈവിധ്യവും കാർഷിക ഉൽപാദനവും കൂട്ടുക, മികച്ച സംഭരണ സംവിധാനം ഉറപ്പാക്കുക, ജലസേചന സംവിധാനം മെച്ചപ്പെടുത്തുക, ധനലഭ്യത ഉറപ്പാക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. 1.7 കോടി കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. Our government will undertake a Prime Minister Dhan Dhanya Krishi Yojana in partnership with states. Through the convergence of existing schemes and specialized measures, the program will cover 100 districts with low productivity, moderate crop intensity, and below average credit parameters. കിസാൻ പദ്ധതികളിൽ വായ്പാ പരിധി ഉയർത്തിയ ധനമന്ത്രി കിസാൻ ക്രെഡിറ്റിന്റെ പരിധി 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കി. ചെറുകിട ഇടത്തരം മേഖലകൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകാനാണ് പദ്ധതി. പരുത്തി കൃഷിയുടെ പ്രോത്സാഹനത്തിനായി പഞ്ചവത്സര പദ്ധതി പ്രഖ്യാപിച്ചു. ധാന്യവിളകളിൽ സ്വയം പര്യാപ്തത ഉറപ്പാക്കും. Atmanirbharta in pulses. Our government is implementing the National Mission for Edible Oilseed for achieving Atmanirbharta in edible oils. Our farmers have the capability to grow enough for our needs and more. സ്വയം സഹായ സംഘങ്ങൾക്ക് ഗ്രാമീൺ ക്രെഡിറ്റ് കാർഡ് നൽകാനും ബജറ്റിൽ തീരുമാനമുണ്ട്. ചെറുകിട വ്യാപാരികൾക്ക് 5 ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് കാർഡാണ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV.
24,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജും വയനാട് പുനരധിവാസവും ഉൾപ്പെടെ കേരളം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾക്കൊന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായില്ല. എയിംസ് പ്രഖ്യാപനം, സെമി ഹൈസ്പീഡ് റെയിൽ തുടങ്ങി കേരളത്തിന്റെ ദീർഘകാല ആവശ്യങ്ങളും പരിഗണിക്കപ്പെട്ടില്ല. എന്നാൽ കാർഷിക, വിദ്യാഭ്യാസ, IT, തൊഴിൽ മേഖലകളിലെ വിവിധ പദ്ധതികളുടെ പ്രയോക്താക്കളാകാൻ സംസ്ഥാനമെന്ന നിലയിൽ കേരളത്തിനാകും. കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് കരകയറാൻ 24,000 കോടിയുടെ പ്രത്യേക പാക്കേജ് ഉൾപ്പെടെ 14 ആവശ്യങ്ങളായിരുന്നു കേരളം മുന്നോട്ട് വെച്ചത്. എന്നാൽ അക്കാര്യങ്ങളൊന്നും ബജറ്റിൽ പരിഗണിച്ചിട്ടില്ല. കഴിഞ്ഞ തവണയും 20,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് കേരളം ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ ആവർത്തനം തന്നെയായിരുന്നു ഇക്കുറിയും. വയനാട് പുനരധിവാസത്തിനായി 2,000 കോടി രൂപ എന്ന നാളുകളായുള്ള ആവശ്യത്തിനും തീരുമാനമായില്ല. പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും നേരിടാൻ 4,500 കോടി രൂപ, തീരശോഷണത്തിന് 1,300 കോടി, വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിന് 1,000 കോടി, വിഴിഞ്ഞം പദ്ധതിക്ക് 5,000 കോടി തുടങ്ങി കേരളം മുന്നോട്ട് വെച്ച പരിഗണനാ വിഷയങ്ങളൊന്നും ബജറ്റിൽ പ്രതിപാദിച്ചിട്ടില്ല. അതേസമയം ഇന്ത്യയിലെ മുഴുവൻ IIT-കൾക്കുമായി നീക്കിവെച്ച തുകയുടെ ഒരു വിഹിതം പാലക്കാട് IIT-ക്കായി കേരളത്തിന് കിട്ടും. 50 വർഷത്തേക്ക് സംസ്ഥാനങ്ങൾക്ക് വിവിധ പദ്ധതികൾക്കായി പലിശരഹിത വായ്പ 1.25 ലക്ഷം കോടി രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിലൊരു വിഹിതം കേരളത്തിനും ലഭിക്കും. എന്നാൽ പദ്ധതികളുടെ രൂപരേഖ സമർപ്പിച്ചാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. കാർഷിക, ആരോഗ്യ, വിദ്യാഭ്യാസ, സംരംഭക, തൊഴിൽ, IT മേഖലകളിലൊക്കെ വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ ഇതിന്റെയൊക്കെ പ്രയോക്താക്കളാകാൻ സംസ്ഥാനമെന്ന നിലയിൽ കേരളത്തിനാകും. എന്നാൽ കേരളം പ്രത്യേകമായി ആവശ്യപ്പെട്ട സഹായങ്ങളാണ് ബജറ്റിൽ പരിഗണിക്കാതെ പോയത്. ഒപ്പം ദീർഘകാല ആവശ്യങ്ങളായ എയിംസ് പ്രഖ്യാപനം, അങ്കമാലി ശബരി എക്സ്പ്രസ്, സെമി ഹൈസ്പീഡ് റെയിൽ തുടങ്ങിയവയും വെളിച്ചം കണ്ടില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അടുത്ത 5 വർഷം കൊണ്ട് രാജ്യത്ത് 75,000 മെഡിക്കൽ സീറ്റുകൾ അനുവദിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു. അടുത്ത വർഷം 10,000 സീറ്റുകൾ അനുവദിക്കുമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. രാജ്യത്തെ 23 IIT-കളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 100% വർധനമാണ് ഉണ്ടായിരിക്കുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു. In the next year, 10,000 additional seats will be added in medical colleges and hospitals towards the goal of adding 75,000 seats in the next 5 years. 2025-ൽ കേന്ദ്ര ബജറ്റിൽ മെഡിക്കൽ UG സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സ്വാഗതാർഹമെന്ന് അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ പ്രിൻസിപ്പൽ ഡോക്ടർ ഗിരീഷ് കുമാർ KP. അടുത്ത 5 വർഷങ്ങൾ കൊണ്ട് 75,000 സീറ്റുകൾ സൃഷ്ടിക്കുന്നത് സമൂഹത്തിനും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ഏറെ ഗുണം ചെയ്യും. നിർമ്മിത ബുദ്ധിക്കായി മികവിന്റെ കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ ഒരുങ്ങുന്ന കേന്ദ്ര സർക്കാർ ആരോഗ്യ മേഖലയെ ഇതിൽ ഉൾപ്പെടുത്തിയ നീക്കവും രാജ്യത്തിന്റെ ഭാവിക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2025 യൂണിയൻ ബഡ്ജറ്റിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ ഒരു സുപ്രധാനമായ ഒരു പ്രഖ്യാപനമുണ്ടായിരിക്കുന്നത് 10,000-ഓളം MBBS സീറ്റുകളും 75,000-ഓളം സീറ്റുകൾ അടുത്ത 5 വർഷത്തേക്കും ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു സാധാരണക്കാരൻ്റെ വ്യൂവിൽ നോക്കുകയാണെങ്കിൽ 10,000-ഓളം പുതിയ ഡോക്ടർമാർ ഓരോ വർഷവും പുറത്തിറങ്ങുന്നു. ഏകദേശം 75,000 ഡോക്ടർമാർ അടുത്ത 5 വർഷം കൊണ്ട് പുറത്തിറങ്ങുന്നു. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഒരു വിദ്യാർത്ഥിയുടെ വ്യൂവിൽ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിലുണ്ട്. പലരും വിദേശങ്ങളിൽ പോയി പഠിക്കാൻ നിർബന്ധിതമാകുകയാണ് ഇപ്പോൾ നമ്മുടെ സീറ്റുകളുടെ എണ്ണക്കുറവ് കാരണം. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനമാണ്. ഏകദേശം 10,000 കുട്ടികൾക്ക് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ വേണ്ടി ഇത് സഹായിക്കും. ബജറ്റിലെ മറ്റൊരു സുപ്രധാനമായ പ്രഖ്യാപനം ഭാരതീയ ഭാഷാ പുസ്തക് സ്കീം എന്ന് പറയുന്ന റീജിയണൽ ലാംഗ്വേജസിലുള്ള പുസ്തകങ്ങളുടെ ഒരു ഡിജിറ്റൽ ലൈബ്രറി സ്ഥാപിക്കാമെന്നുള്ളതാണ്. ഇതും ഒരു സാധാരണ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ലോകം മുഴുവൻ അവൻ്റെ മുന്നിൽ തുറന്നു കിട്ടുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെൻറ്റർ ഓഫ് എക്സലൻസിൽ ഹെൽത്ത് സെക്ടറിനെ കൂടെ ഉൾപ്പെടുത്തിയത് വളരെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനമാണ്. ഭാവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് അതെന്നാണ് എൻ്റെ അഭിപ്രായം. ഓരോ ഇന്ത്യക്കാരന്റെയും സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ട്രഷറി നിറയ്ക്കുന്നതിന് പകരം ജനങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനാണ് ബജറ്റ് മുൻഗണന നൽകുന്നത്. നികുതി ഇളവ് നടപടികൾ മധ്യവർഗത്തിന് ഗണ്യമായി ഗുണം ചെയ്യും. ഇത് നിക്ഷേപം വർദ്ധിപ്പിക്കുകയും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 140 करोड़ भारतीयों की आकांक्षाओं का बजट है. ये हर भारतीय के सपनों को पूरा करने वाला बजट है. हमने कई सेक्टर्स युवाओं के लिए खोल दिए हैं. सामान्य नागरिक विकसित भारत के मिशन को
ड्राइव करने वाला है। ये बजट एक फोर्स मल्टीप्लायर है। ये बजट सेविंग्स को बढ़ाएगा, इन्वेस्टमेंट को बढ़ाएगा, कंजम्पशन को बढ़ाएगा और ग्रोथ को भी तेजी से बढ़ाएगा। मैं वित्त मंत्री निर्मला सीतारमण जी और उनकी पूरी टीम को इस जनता जनार्दन का बजट കുവൈറ്റിൽ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ 30 കുവൈറ്റി ദിനാർ പിഴ. നിയമലംഘനം കോടതിയിലേക്ക് റഫർ ചെയ്താൽ ശിക്ഷ 1 മാസം വരെ തടവോ 50 മുതൽ 100 ദിനാർ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആയി വർദ്ധിക്കും. സീറ്റ് ബെൽറ്റ് ധരിക്കുന്നത് ഒരു നിർണായക സുരക്ഷാ നടപടിയാണെന്ന് അധികൃതർ വിശദീകരിച്ചു. അപകടമുണ്ടായാൽ മരണസാധ്യതയും ഗുരുതരമായ പരിക്കും 50% വരെ കുറയ്ക്കാൻ ഇതുവഴി സാധിക്കും. റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും മരണങ്ങൾ കുറയ്ക്കുന്നതിനും ട്രാഫിക് നിയമങ്ങൾ പാലിക്കേണ്ടതിന്റെ പ്രാധാന്യവും അധികൃതർ ചൂണ്ടിക്കാട്ടി. യാത്രക്കാരുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് സീറ്റ് ബെൽറ്റ് നിയമങ്ങൾ പാലിക്കാൻ വാഹനം ഓടിക്കുന്നവരോട് ട്രാഫിക് വിഭാഗം അഭ്യർത്ഥിച്ചു. സേ നോ ടു ഫ്രീലാൻസ് വിസ സ്കാം എന്ന പേരിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് ദുബായിലെ വിസ ബിസിനസ് സേവനദാതാക്കളായ ഫാസ്റ്റ് ബിസിനസ് ലൈൻ. ഫ്രീലാൻസ് വിസ എന്ന പേരിൽ വിസ വാങ്ങി വഞ്ചിതരായവർക്ക് നിയമസഹായം അടക്കമുള്ള സേവനങ്ങൾ നൽകുമെന്നും മാനേജിംഗ് ഡയറക്ടർ ഹിലാർ അബ്ദുള്ളയും പാർട്ണർ മുഹമ്മദ് അറഫാത്തും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫ്രീലാൻസ് വിസ, പാർട്ണർ വിസ എന്നീ പേരുകളിലുള്ള വിസ തട്ടിപ്പുകളെക്കുറിച്ച് പൊതുജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുക എന്നതാണ് ലക്ഷ്യം. ദുബായ് റീഫ് മോളിൽ കമ്പനിയുടെ പുതിയ ഓഫീസ് ഫെബ്രുവരി 2-ന് ഷെയ്ഖ് അമ്മാർ ബിൻ സലാം അൽ ഖാസിമി ഉദ്ഘാടനം ചെയ്യുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. സൗദിയിൽ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗദി ദേശീയ വേഷം നിർബന്ധമാക്കി സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം ഉത്തരവിറക്കി. സർക്കാർ സ്വകാര്യ സെക്കൻഡറി സ്കൂളുകളിൽ സൗദി വിദ്യാർത്ഥികൾ തോബും ശിരോവസ്ത്രവുമാണ് ധരിക്കേണ്ടത്. സർക്കാർ സ്വകാര്യ സെക്കൻഡറി സ്കൂളുകളിലെ വിദേശ വിദ്യാർത്ഥികൾക്ക് തോബ് മാത്രമാണ് നിർബന്ധം. വിദേശ ഇന്റർനാഷണൽ സ്കൂൾ വിദ്യാർത്ഥികളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കുവൈറ്റിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ദഹന വ്യവസ്ഥയോടും കരൾ രോഗങ്ങളുടെയും ചികിത്സയിൽ ഗുണപരമായ കുതിച്ചുചാട്ടം കൈവരിച്ചതായി ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ അവാദി. കഴിഞ്ഞ 5 വർഷത്തിനിടെ 30-ലധികം ശാസ്ത്രീയ പഠനങ്ങൾ നടത്തി ഗവേഷണത്തിനും പഠനത്തിനുമുള്ള കേന്ദ്രമായി മാറിയ മുബാറക് അൽ കബീർ ഹോസ്പിറ്റലിലെ ഹയ അൽ ഹബീബ് ഡൈജസ്റ്റീവ് സിസ്റ്റം സെന്റർ കുവൈറ്റിന് അഭിമാനിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്നാണ്. ഇന്റർനാഷണൽ ബവൽ അൾട്രാസൗണ്ട് ഓർഗനൈസേഷന്റെ മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ പരിശീലന കേന്ദ്രമായി അന്താരാഷ്ട്ര അംഗീകാരം നേടിയ അൽ അമീരി ഹോസ്പിറ്റലിലെ തുനയൻ അൽ ഗാനിം ഡൈജസ്റ്റീവ് സിസ്റ്റം സെന്ററിനെയും അദ്ദേഹം പരാമർശിച്ചു. ജാബർ അൽ അഹമ്മദ് ഹോസ്പിറ്റലിലെ കരൾ മാറ്റിവെക്കൽ യൂണിറ്റിന് അന്താരാഷ്ട്ര ആശുപത്രികളുമായി ഏകോപിപ്പിച്ച് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി 123-ലധികം കുവൈറ്റ് രോഗികൾക്ക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടത്താനും കഴിഞ്ഞുവെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. കുവൈറ്റിലെ കൊക്കക്കോള ഉൽപ്പന്നങ്ങൾ ഉപയോഗയോഗ്യമാണെന്ന് ആരോഗ്യ മന്ത്രാലയത്തിലെ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ വിഭാഗം അധികൃതർ. ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ കൊക്കക്കോള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്ന് പിൻവലിക്കുവാൻ തീരുമാനിച്ചതിനെ തുടർന്നാണ് മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയത്. ക്ലോറേറ്റ് ഘടകത്തിന്റെ ഉയർന്ന സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ചില യൂറോപ്യൻ രാജ്യങ്ങൾ കൊക്കക്കോള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്ന് പിൻവലിക്കുവാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ കൊക്കക്കോള ഉൽപ്പന്നങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നവയാണെന്നും ഇതിനാൽ തന്നെ നിലവിൽ രാജ്യത്ത് ലഭ്യമായ ഈ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തവയല്ലെന്നും മതിയായ മാനദണ്ഡങ്ങൾ പുലർത്തി നിർമ്മിക്കുന്നവയാണെന്നും അധികൃതർ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഉപഭോക്താക്കളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് അന്താരാഷ്ട്ര തലത്തിൽ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും അധികൃതർ ഉറപ്പു നൽകി. ഓൺലൈൻ സർക്കാർ സേവനങ്ങളിൽ സാധാരണക്കാരുടെ അവസാന വാക്കായ അക്ഷയ കേന്ദ്രങ്ങൾ തകർക്കാൻ സർക്കാർ തലത്തിൽ തന്നെ ശ്രമങ്ങൾ നടക്കുന്നതായി ആരോപണം. സംസ്ഥാനത്തെ 3000-ലധികം അക്ഷയ കേന്ദ്ര സംരംഭകരാണ് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്താനാണ് അക്ഷയ സംരംഭകരുടെ തീരുമാനം. ഡിജിറ്റൽ സേവനങ്ങൾ ഗ്രാമങ്ങളിലേക്ക് എന്ന രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയാണ്. സാധാരണക്കാർക്ക് ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വിവിധ വകുപ്പുകൾ കയറിയിറങ്ങുന്നത് ഒഴിവാക്കാനാണ് IT മിഷന്റെ കീഴിൽ അക്ഷയ കേന്ദ്രങ്ങൾ ആരംഭിച്ചത്. എന്നാൽ വർഷങ്ങളായി പുതുക്കാത്ത സേവന നിരക്ക് അക്ഷയ കേന്ദ്രങ്ങളുടെ പ്രവർത്തനത്തിന് തിരിച്ചടിയാവുകയാണ്. 20% വർധനവാണ് ഞങ്ങൾക്ക് കൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, 20% വർധനവെന്ന് പറയുമ്പോൾ ഒരു പ്രിന്റ് ഔട്ടിന് 3 രൂപയാണ്. ഈ 3 രൂപ 20% വർദ്ധിക്കുമ്പോൾ 3 രൂപ 60 പൈസയാണ് ആകുന്നത്. ഇന്നത്തെ കാലത്ത്
ഈ 3 രൂപ 60 പൈസ നൽകിക്കൊണ്ട് ഞങ്ങൾക്കൊരു സർവീസ് നൽകാൻ സാധിക്കും. ഇന്ന് സർക്കാർ തലത്തിൽ വന്നിട്ടുള്ള വർധനവെടുത്ത് നോക്കിയാൽ എല്ലാ മേഖലയിലും ഉണ്ടായിക്കഴിഞ്ഞു. പക്ഷേ അക്ഷയ ഒഴികെ ബാക്കി എല്ലാ സേവന നിരക്കുകളും സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഓൺലൈൻ സേവനങ്ങൾ പണം വാങ്ങി നൽകാനുള്ള ലൈസൻസ് ലഭിച്ച ഏക സേവന കേന്ദ്രം അക്ഷയയാണെന്നിരിക്കെ അധികാരികളുടെ തന്നെ മൗനാനുവാദത്തോടെ ജനസേവന കേന്ദ്രം എന്ന നിലയിൽ വ്യാജ കേന്ദ്രങ്ങളും മുളച്ചു പൊന്തുകയാണ്. ജനസേവന കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന വ്യാജ കേന്ദ്രങ്ങൾ ധാരാളം ഒരു പഞ്ചായത്തിൽ ധാരാളം വരികയാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ അവരെ നിയന്ത്രിക്കാനൊരു സംവിധാനമില്ല. ആ സ്ഥിതിക്ക് അവരെന്ത് ചെയ്യുന്നു? അവർക്ക് തോന്നിയതുപോലെ റേറ്റ് വാങ്ങുന്നു. ഇതെല്ലാം ജനങ്ങൾ കരുതുന്നത് ഇതെല്ലാം അക്ഷയ കേന്ദ്രങ്ങളാണെന്ന്. അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ സർക്കാർ ഒരു തരത്തിലുള്ള നടപടികളും സ്വീകരിക്കുന്നില്ല. സംസ്ഥാനത്തെ 30,000-ഓളം കുടുംബങ്ങളുടെ ജീവനോപാധിയായി മാറിയ അക്ഷയ കേന്ദ്രങ്ങൾക്ക് വേണ്ടി പ്രത്യേക നിയമനിർമ്മാണം നടത്തണമെന്നാണ് സംരംഭകർ ആവശ്യപ്പെടുന്നത്. തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വിവിധ വകുപ്പുകളെയും മുഖ്യമന്ത്രിയെയും സമീപിച്ചെങ്കിലും അനുകൂല തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ശക്തമായ പ്രതിഷേധത്തിന് അക്ഷയ സംരംഭകരുടെ കൂട്ടായ്മ തയ്യാറെടുക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തത്കാലം നിർത്തിവെച്ചുവെന്ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ. കമ്മീഷന്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്തുള്ള ഹൈക്കോടതിയിലെ കേസ് തീർപ്പാക്കിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. കേസ് പെട്ടെന്ന് തീർപ്പാക്കിയാൽ റിപ്പോർട്ട് വേഗത്തിൽ സമർപ്പിക്കും. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ചോദ്യം ചെയ്യാൻ ഹർജിക്കാർക്ക് അവകാശമില്ല. കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ സർക്കാർ നടപടിയെടുക്കുമ്പോൾ മാത്രമാണ് ചോദ്യം ചെയ്യാൻ അവകാശമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചോറ്റാനിക്കരയിൽ കൊല്ലപ്പെട്ട പോക്സോ അതിജീവിതയുടെ മൃതദേഹം സംസ്കരിച്ചു. കഴുത്തിൽ ഷോൾ കുരുക്കിയതാണ് മസ്തിഷ്ക മരണത്തിന് കാരണമായതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പ്രതി അനൂപിനെതിരെ നരഹത്യാ കുറ്റം ചുമത്തി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകും. അനൂപിനായി തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അമ്മയ്ക്ക് നേരിട്ട് പങ്കില്ലെന്ന് പോലീസ്. ശ്രീധുവിനോട് ഉള്ള വിരോധമാകാം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് വിലയിരുത്തൽ. ജോത്സ്യൻ ദേവിദാസന് പണം നൽകിയെന്ന് ശ്രീധു ഇന്നലെയും ആവർത്തിച്ചു. ഇതിൽ വ്യക്തത വരുത്താൻ ദേവിദാസനെ പോലീസ് 2ാം ദിനവും ചോദ്യം ചെയ്തു. ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. പ്രതി ഹരികുമാറിനായി പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. കഴിഞ്ഞ ദിവസവും നടന്ന ചോദ്യം ചെയ്യലിലും കൊലപാതകത്തിൽ പങ്കില്ലെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് കുട്ടിയുടെ അമ്മ ശ്രീധു. പല ഘട്ടങ്ങളായി ജോത്സ്യൻ ശംഖുമുഖം ദേവിദാസന് പണം നൽകി. നേരിട്ടാണ് പണം നൽകിയതെന്നും ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. ഇതിന്റെ വിശദമായ പരിശോധനയ്ക്കായി ദേവിദാസനെ 2ാം ദിനവും ചോദ്യം ചെയ്യലിന് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അതേസമയം നെയ്യാറ്റിൻകര സബ് ജയിലിൽ കഴിയുന്ന പ്രതി ഹരികുമാറിനായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ തെളിവെടുപ്പ് നടത്താനാണ് പോലീസ് തീരുമാനം. ഹരികുമാറിന്റെ മാനസിക നിലയിൽ സംശയം പ്രകടിപ്പിക്കുന്ന പോലീസ് ഇതിൽ വ്യക്തത വരുത്തും. കൂടാതെ ഹരികുമാറിന്റെയും ശ്രീധുവിന്റെയും മറ്റു ബന്ധവും ഇടപാടുകളും അന്വേഷണത്തിലാണ്. 4 ടീമുകളായി തിരിഞ്ഞാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. UDF അധികാരത്തിലെത്തിയാൽ ഇടുക്കിയിലെ ജനങ്ങളുടെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDFന്റെ മലയോര സമര പ്രചരണ യാത്രയുടെ ഇടുക്കി ജില്ലയിലെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര സമര പ്രചരണ യാത്രയ്ക്ക് ഇടുക്കി ജില്ലയിൽ അടിമാലി, കട്ടപ്പന, കുമളി എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. അടിമാലിയിൽ നിന്നാണ് ഇടുക്കി ജില്ലയിലെ പര്യടനം തുടങ്ങിയത്. സ്വീകരണ സമ്മേളനം UDF കൺവീനർ MM ഹസൻ ഉദ്ഘാടനം ചെയ്തു. UDF അധികാരത്തിലെത്തിയാൽ ഇടുക്കിയിലെ ആളുകളുടെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. UDF അധികാരത്തിൽ വരുമ്പോൾ യാതൊരു നിബന്ധനകളുമില്ലാതെ 1 രൂപ വാങ്ങിക്കാതെ ഞങ്ങൾ ഈ പട്ടയ ഭൂമിയിൽ പണിത നിർമ്മാണ പ്രവർത്തനങ്ങൾ റെഗുലറൈസ് ചെയ്യും. വാക്കാണ്, അതുകൂടി പറയാനോ വന്നു. വാക്കാണ്. ഭൂപ്രശ്നങ്ങൾ, വന്യജീവി ആക്രമണം, വിലക്കയറ്റം തുടങ്ങി വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചാണ് UDF മലയോര സമര പ്രചരണ ജാഥ നടത്തുന്നത്. കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബു തോമസിന്റെ വീടും പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചു. അമൃത ന്യൂസ്, ഇടുക്കി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തലയോലപ്പറമ്പ് വരിക്കാങ്കുന്ന് പ്രസാദഗിരി പള്ളിയിൽ വൈദികന് നേരെ ആക്രമണം. ഫാദർ ജോൺ തോട്ടുംപുറത്തിന് നേരെയാണ് അതിരൂപതയിലെ വിമത വിഭാഗം ആക്രമണം നടത്തിയത്. ഇത് സംബന്ധിച്ച് വൈദികൻ തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി.
അമൃത ആശുപത്രിയിലെ ഒഫ്താൽമോളജി വിഭാഗത്തിന്റെയും ക്ലിനിക്കൽ ട്രയൽ നെറ്റ്വർക്കിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വൈദ്യശാസ്ത്ര ഗവേഷകരുടെ ദേശീയ ത്രിദിന സമ്മേളനം മെറ്റാറസ് 2025 തുടക്കമായി. മെഡിക്കൽ റിസർച്ച് രംഗത്ത് യുവ ഗവേഷകരുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗവേഷണ സാധ്യതകളും പുതിയ സാങ്കേതിക വിദ്യകളും അവതരിപ്പിക്കുന്നതിനുമായി സംഘടിപ്പിച്ച സമ്മേളനം മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. അമൃത ആശുപത്രി സീനിയർ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ പ്രതാപൻ നായർ, നേത്രരോഗ വിഭാഗം മേധാവി ഡോക്ടർ ഗോപാൽ എസ് പിള്ള, അഡീഷണൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ബീന KV തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. വൈദ്യശാസ്ത്ര ഗവേഷണ പരിശീലനത്തിനായി ക്ലിനിക്കൽ ട്രയൽ നെറ്റ്വർക്കുമായി സഹകരിച്ച് ഗവേഷകർക്കായുള്ള ആദ്യത്തെ ഓൺലൈൻ GCP അക്രഡിറ്റേഷൻ പദ്ധതിക്കും സമ്മേളനത്തിൽ തുടക്കമായി. സമ്മേളനം ഫെബ്രുവരി 2 സമാപിക്കും. ദേശീയ ഗെയിംസിൽ കേരളത്തിന് 5ാം സ്വർണം. നീന്തലിൽ കേരളത്തിന്റെ സജൻ പ്രകാശ് 3ാം സ്വർണം നേടി. 200 ബട്ടർഫ്ലൈ സ്ട്രോക്ക് വിഭാഗത്തിലാണ് സജൻ പ്രകാശ് സ്വർണം നേടിയത്. വനിതാ വിഭാഗത്തിൽ കേരളത്തിന്റെ ഹർഷിത ജയറാം 2ാം സ്വർണവും നേടി. 50 മീറ്റർ ബ്രസ്റ്റ് സ്റ്റോക്ക് ഇനത്തിലാണ് ഹർഷിതയുടെ മെഡൽ നേട്ടം. ദേശീയ ഗെയിംസിൽ 5 സ്വർണവുമായി 7ാം സ്ഥാനത്താണ് കേരളമുള്ളത്. ചൈനീസ് ആയോധന കലയായ വുഷുവിൽ മുഹമ്മദ് ജസീലും സ്വർണം നേടിയിരുന്നു. അതേസമയം വനിതാ ബാസ്കറ്റ്ബോളിൽ കേരളം ഫൈനലിലെത്തി. ജിദ്ദ കോഴിക്കോട് ജില്ലാ KMCC കമ്മിറ്റി ജിദ്ദ മഹജർ എംബറർ സ്റ്റേഡിയത്തിൽ നടന്ന സോക്കർ ഫെസ്റ്റ് സീസൺ 2 ഫുട്ബോൾ ടൂർണമെന്റ് മത്സരത്തിൽ ഡെക്സോപാക് ജിദ്ദയെ പരാജയപ്പെടുത്തി യുണൈറ്റഡ് ഇത്തിഹാദ് FC ജേതാക്കളായി. ജേതാക്കൾക്കുള്ള 4001 റിയാൽ ക്യാഷ് പ്രൈസും ട്രോഫിയും ഇബ്രാഹിം കൊല്ലി സമ്മാനിച്ചു. റണ്ണറപ്പിനുള്ള 2001 റിയാൽ ട്രോഫിയും സൈനുൽ ആബിദീനും സമ്മാനിച്ചു. കുഞ്ഞിമോൻ കാക്കിയ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. അഹമ്മദ് പാളയാട്ട്, ഹുസൈൻകുട്ടി VK, K റസാഖ് മാസ്റ്റർ, ഇസ്മായിൽ മുണ്ടുപറമ്പ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ജില്ലയിലെ 12 മണ്ഡലം കമ്മിറ്റികൾ അണിനിരന്ന മാർച്ച് പാസ്റ്റും മുട്ടിപ്പാട്ടും ജിദ്ദ KMCC വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. അബ്ദുൽ സലാം OP, സലീം മലയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.